ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിട്ട് ഇന്നേക്ക് 7 വർഷം തികയുകയാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ 370യും ആർട്ടിക്കിൾ 35A എടുത്തു കളയുന്നത്. ഏറെ നാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് ആർട്ടിക്കിൾ 370യും 35A എടുത്തു കളഞ്ഞത്. അതായത് അവിടെ ഒരു നിരോധനാജ്ഞയായിരുന്നു. അതേപോലെ തന്നെ വീട്ടു തടങ്കലിലായിരുന്നു മെഹബൂബ മുഫ്തിയും അതേപോലെ ഒമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും എല്ലാവരും വീട്ടു തടങ്കലിൽ തന്നെയായിരുന്നു. കാരണം അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. ഏറെ നാടകീയമായ രംഗങ്ങൾക്ക് ശേഷമാണ് ആർട്ടിക്കിൾ 370യും ആർട്ടിക്കിൾ 35Aയും പ്രത്യേക പദവി അനുശാസിക്കുന്ന വകുപ്പുകൾ അങ്ങ് നീക്കം ചെയ്തത്. ഇനി എങ്ങനെയാണ് ഈ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തതെന്നും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. സ്വതന്ത്ര ഇന്ത്യയില് ജമ്മു കാശ്മീർ ആദ്യം ഇന്ത്യക്കൊപ്പം ആയിരുന്നില്ല. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം കശ്മീർ രാജാവായിരുന്ന ഹരി സിംഗ് കശ്മീരിന്റെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ ആഗ്രഹിച്ചു. അതായത് എവിടെയും തൊടാതെ, പാകിസ്ഥാനും വേണ്ട ഇന്ത്യയും വേണ്ട, സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ പാകിസ്ഥാൻ പിന്തുണയോടെ തീവ്രവാദികൾ കശ്മീർ ആക്രമിച്ചു. ഈ സമയത്താണ് ഹരിസിംഗിന് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് താല്പര്യം വന്നത്. ഇതിനെ തുടർന്ന് രാജ്യത്തിന്റെ സംരക്ഷണത്തിനായിട്ട് കശ്മീർ രാജാവ് ഹരിസിംഗും അന്നത്തെ, അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൂടി ഒരു കരാറ് ഒപ്പുവെച്ചു. ഒരു ഉടമ്പടി പ്രകാരമാണ് കശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്. ഇനി ആ ഉടമ്പടി എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയായിരുന്നു അത്. ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് അനുസരിച്ച് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം എന്നീ മേഖലകൾ ഒഴികെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമാകണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണ്. ഈ ഒരു ഉടമ്പടി പ്രകാരമാണ് ജമ്മു കാശ്മീർ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നത്. അദ്ദേഹം ആദ്യം, അതായത് അവിടെ ഭരിച്ചിരുന്ന രാജാവായിരുന്ന ഹരിസിംഗ് സെപ്പറേറ്റ്, അതായത് എങ്ങും തൊടാതെ ഒരു ന്യൂട്രലായിട്ട് നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നെങ്കിലും പാകിസ്ഥാനിലെ തീവ്രവാദികൾ ജമ്മു കാശ്മീരിലേക്ക് ആക്രമണം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സംരക്ഷണം വേണമെന്ന് തോന്നിയത് കൊണ്ടുമാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവായിട്ട് ഹരിസിംഗ് ഒരു ചർച്ച വെച്ചതും ആ ലയന ഉടമ്പടി പാസ്സാക്കിയതും അങ്ങനെയാണ്. അന്ന് നെഹ്റു കശ്മീരി ജനതയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. ഈ ഉടമ്പടി അനുസരിച്ചായിരിക്കും ജമ്മു കാശ്മീർ പ്രവർത്തിക്കുക. അതായത് അമിതമായിട്ടുള്ള ഒരു നിയന്ത്രണമോ, അതായത് അവരുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂടിലായിരിക്കും. അതായത് പുറമെ നിന്ന് ആർക്കും വന്നിട്ട് ആക്രമിക്കപ്പെടാനോ അല്ലെങ്കിൽ ഭരണം കീഴ്പ്പെടുത്താനോ ഒന്നും ഉള്ള ഒരു അവകാശവും ഉണ്ടാവില്ല. എങ്ങനെയാണോ ഈ ആർട്ടിക്കിൾ 370 പറയുന്നത് അതേപോലെ തന്നെ ആയിരിക്കും എന്നൊരു വാക്ക് കൊടുത്തതിന്റെ പിൻബലത്തിലാണ് നമ്മളോട് ജമ്മു കാശ്മീർ ചേർന്ന് നിന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിന് സ്വതന്ത്രമായി ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാകുന്നതാണെന്നും അത് സംസ്ഥാനത്തിന്റെ ആന്തരിക ഭരണഘടന നിശ്ചയിക്കുന്നു എന്നായിരുന്നു അതിന്റെ ഫലമായി ഉണ്ടായതാണ് ആർട്ടിക്കിൾ 370. അങ്ങനെയാണ് ആർട്ടിക്കിൾ 370 ജനനം കൊണ്ടത്. 1954 ഇന്ത്യയോടുള്ള ലയനം അംഗീകരിച്ചു കശ്മീർ അസംബ്ലി. കശ്മീർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാവുകയും ചെയ്തു. ഇതാണ് ആർട്ടിക്കിൾ 370യുടെ കഥ. ഇനി ആർട്ടിക്കിൾ 370 എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. കശ്മീർ ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് സ്റ്റേറ്റ് ആണ്. അതിന് സ്വന്തമായി ഒരു ഉപഭരണഘടനയുണ്ട്. ഇന്ത്യൻ യൂണിയൻ മാതൃകയിൽ 2 നിയമനിർമ്മാണ സഭകളുമുണ്ട്. ഇവയിൽ ഒന്നിനും ഇന്ത്യയുമായുള്ള ബന്ധം നിശ്ചയിക്കുന്ന ബില്ലുകൾ കൊണ്ടുവരാനുള്ള അംഗീകാരമില്ല. അതായത് ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള യാതൊരു ബില്ലും അവിടെ കൊണ്ടുവരാനായിട്ടുള്ള അധികാരം ഇല്ല എന്നാണ് ആദ്യത്തെ പോയിന്റ്. ഹരിസിംഗ് നമ്മളോട് ചേർന്ന് നിന്നുവെങ്കിലും ഹരിസിംഗ് എപ്പോഴും അദ്ദേഹത്തിന്റെ ആ ജമ്മു കാശ്മീർ സേഫ് ആക്കിയിട്ടായിരുന്നു നിന്നിരുന്നത്. ഇനി രണ്ടാമത്, ഇന്ത്യൻ യൂണിയനിൽ അംഗമാണ് കശ്മീർ. യൂണിയൻ എന്നത് ഒരു കരാറിന്റെയും പുറത്ത് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന് വിട്ടുപോകാനും ആകില്ല. ഇനി 3, പാർലമെന്റിന് യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉള്ള വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാം. പക്ഷേ സ്റ്റേറ്റിന്റെ അനുവാദത്തോടെ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. വിവേചനാധികാരം സ്റ്റേറ്റിനാണ്. ഇതാണ് 3ാമത്തേത്. ഇനി 4, ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കശ്മീരിന് ബാധകമാണ്. ഇതിൽ സ്വത്തിനുള്ള അവകാശം കശ്മീരിലുണ്ട്. പക്ഷെ അവിടുത്തെ സ്ഥിര നിവാസികൾക്ക് ചില പ്രത്യേക അധികാരമുണ്ട്. ആരാണ് സ്ഥിര നിവാസി എന്ന് നിർവചിക്കാനുള്ള അധികാരം കശ്മീരി സ്റ്റേറ്റിനാണ്. അതായത് ഇപ്പോൾ അവിടെ ഒരാൾ വന്ന് താമസിച്ചു, അവിടെ ഒരാൾ ഭൂമി വാങ്ങിച്ചു എന്നതുകൊണ്ട് അയാൾ സ്ഥിരം നിവാസിയാവുകയില്ല. അവിടെയുള്ള ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്, ആരാണ് സ്ഥിര നിവാസി എന്നുള്ളത്. ഇനി 5, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അധികാരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം, CAGയുടെ അധികാരം ഇവ കശ്മീരിനും ബാധകമാണ്. 6,
ഒരു കശ്മീരി സ്ഥിര നിവാസി പാകിസ്ഥാനിലേക്ക് പോകുകയും പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് കശ്മീരിലേക്ക് വരികയും ചെയ്താൽ അദ്ദേഹം ഇന്ത്യൻ പൗരത്വത്തിന് അർഹനാണ് എന്നും കൂടി അതിൽ വ്യക്തമായിട്ടുണ്ട്. ഇനി 7, കശ്മീരിന് പ്രത്യേക പൗരത്വം ഇല്ല. ഇവിടെ ഒറ്റ പൗരത്വമേ ഉള്ളൂ, ഇന്ത്യൻ പൗരത്വം. ഇനി 8, കശ്മീരിൽ പഞ്ചായത്തി രാജ് ഉണ്ട്. ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ സംസ്ഥാന മേഖലയിൽ സ്ഥിര താമസക്കാർക്ക് പ്രത്യേക അവകാശം നൽകുന്നതാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 35A വകുപ്പ്. 1954 മെയ് 14 രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയത്. ജമ്മു കശ്മീരിൽ സ്ഥിരമായി വസിക്കുന്നവരെ നിർവചിക്കുകയും സംസ്ഥാനത്തെ ഭൂമിയുടെ അവകാശവും സർക്കാർ സർവീസുകളിൽ തൊഴിലവകാശവും സംസ്ഥാന നിവാസികളുടെ മാത്രം അവകാശമാകുന്നതാണ് വകുപ്പ്. ഇത്തരം അവർക്ക് മാത്രമായിട്ട് എഴുതിപ്പെട്ട അല്ലെങ്കിൽ ചാർത്തപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നെഹ്റു അവർക്ക് ചാർത്തി കൊടുത്ത ഈ വകുപ്പിനെയാണ് 2019 ഓഗസ്റ്റ് 5 അങ്ങ് എടുത്തു കളഞ്ഞത്. ഏറെ കോളുകൾക്കും സൃഷ്ടിക്കും അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഒരുപാട് ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു നിരോധനാജ്ഞ തന്നെ ആയിരുന്നു. ഈ നിരോധനാജ്ഞ വെച്ചതിന്റെ കാര്യം വേണമെന്നല്ല, ആർട്ടിക്കിൾ 370. കാരണം ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു പ്രത്യേക പദവി ഇനി കശ്മീരിന് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക വകുപ്പ് അങ്ങ് എടുത്തു മാറ്റപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിനോട് എല്ലാവരും പൊരുത്തപ്പെട്ടു. കാരണം മുഫ്തി ഉണ്ടായിരുന്നു, അതുപോലെ ഒമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള, ഇവരെല്ലാം ഓഗസ്റ്റ് 4 വീട് തടങ്കലായിരുന്നു. അവരവരുടെ വീട് തടങ്കലായിരുന്നു. അതിനുശേഷമാണ് ഇവരെ PSA ചുമത്തി തടങ്കലിലാക്കുന്നത്. അങ്ങനെ 2020 മാർച്ചിലാണ് ഇവരെ എല്ലാം മോചിപ്പിക്കുന്നത്. പല സമയത്താണ് ഇവരെയൊക്കെ മോചിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നെ ഉണ്ടായ കലാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് പ്രത്യേക പദവി കൊടുക്കണം എന്ന് പറഞ്ഞ് സോനം വാങ്ചുക്ക് കഴിഞ്ഞ വർഷം 2025 അവിടെ ഒരു ധർണയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, സത്യാഗ്രഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പിന്നെയും കശ്മീർ ഇടയ്ക്ക് ഫേമസ് ആവാൻ തുടങ്ങിയത്. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഓരോ വർഷം കശ്മീരിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് തന്നെ സംസ്ഥാന പദവി വേണമെന്ന്, കശ്മീർ സംസ്ഥാന പദവി വേണമെന്ന് അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞ് ഒമർ അബ്ദുള്ള വരെ ഇപ്പോൾ അവിടെ സമരം ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ ആ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ഇവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ CJP പാർട്ടിയുടെ മൂവ്മെന്റ് ആർട്ടിക്കിൾ 370 ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇവരൊക്കെ അവിടെ ഇരുന്ന് പറയുന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് എന്തുകൊണ്ട് നന്നായി എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ എടുത്തു കളയാൻ പാടില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വശം ആലോചിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ ആയിരിക്കേണ്ടതാണല്ലോ. ഒരു സംസ്ഥാനത്തിന്റെ പദവി ഒരു സംസ്ഥാനത്തിന് മറ്റൊരു പദവി എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ടും 2019 അതങ്ങ് എടുത്തു കളഞ്ഞു. അതായത് ഈ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അവരെടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 എപ്പോഴാണ് എടുത്ത് കളയുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഫറൂഖ് അബ്ദുള്ള പല മാധ്യമങ്ങൾക്ക് മുന്നിലും പല പത്രപ്രവർത്തകർക്ക് മുന്നിലും ചോദിച്ചുകൊണ്ടിരുന്നു. ആ ചോദ്യത്തിലുള്ള മറുപടിയായിട്ട് തന്നെയാണ് 2019 ഓഗസ്റ്റ് 5 എന്നേക്കുമായിട്ട് ആ 2 വകുപ്പുകളും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും, അതായത് അവരുടെ പ്രത്യേക പദവി അങ്ങ് എടുത്തു കളഞ്ഞത്. ഈ എടുത്തു കളഞ്ഞതിൽ ഇന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സമൂഹം അവർക്കിടയിലുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ പദവി നിലവിലില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പോലെ ഒരു സംസ്ഥാനം തന്നെയാണ് ജമ്മു കാശ്മീർ. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പദവി ഇന്ന് നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ട് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അന്ന് ചേർത്ത് വയ്ക്കാൻ പല രാജ്യങ്ങളും ചേർത്ത് വയ്ക്കാൻ ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രപരമായിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ പേരിലായിരുന്നു ആ ഒരു കരാറിൽ ഇന്ത്യ ഒപ്പിട്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇന്നൊരു ടൈമിൽ അത് കളയാം എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന മാറി ഭരിച്ച ആളുകളാരും, ഇന്ത്യ ഭരിച്ച ആളുകളാരും അതെടുത്ത് കളയാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവർ തന്നെ കുത്തകയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുത്തകേനെയാണ് പൊളിച്ചടുക്കിയത് 2019 ഓഗസ്റ്റ് 5. അങ്ങനെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അങ്ങ് എടുത്തു കളഞ്ഞതും ജമ്മു കാശ്മീർ സ്വതന്ത്രമായതും കേന്ദ്രഭരണ പ്രദേശങ്ങളാവുകയും ചെയ്തത്.